കോഴിക്കോട് താമരശ്ശേരിയിലെ വിവാദ കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് മാറ്റി സ്ഥാപിക്കുമെന്ന് ഉടമകൾ. ജില്ലയിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ മാറ്റി സ്ഥാപിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യം സംബന്ധിച്ച് കളക്ടർ ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, ഫ്രഷ് കട്ട് അടച്ചു പൂട്ടിയിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അത് മാറ്റി സ്ഥാപിക്കാനുള്ള ആലോചനയിലേക്ക് അതിൻ്റെ ഉടമകൾ എത്തിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് വിവരങ്ങൾ? പരീക്ഷ കേൾക്കാമോ? കേൾക്കാം ഹർഷൻ. നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. വർഷങ്ങളായി നീളുന്ന സമരം, ആ സമരം ഇനിയും തുടർന്നാൽ വലിയ പ്രകോപനം ഉണ്ടാകും എന്ന് ജില്ലാ കളക്ടർക്ക് ബോധ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ തഹസിൽദാരും അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതരും ശുചിത്വ മിഷന്റെ അധികൃതരും ഒക്കെ ഇവിടെ പരിശോധന നടത്തിയപ്പോൾ കൃത്യമായ അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഫ്രഷ് കട്ടിന്റെ ഉടമ തന്നെ ജില്ലാ കളക്ടറെ തങ്ങൾ മാറാൻ തയ്യാറാണ്, അനുയോജ്യമായ മറ്റൊരു സ്ഥലം കാണിച്ചു തന്നാൽ തങ്ങൾ അവിടേക്ക് ഫാക്ടറി മാറ്റാൻ തയ്യാറാണ് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിനിടയിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ മഴ പെയ്യുന്നു, അവിടെ നിന്നും മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലേക്കൊക്കെ എത്തുന്നൊരു സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇടപെടുന്നു, അത് അടച്ചുപൂട്ടാനൊരു നിർദ്ദേശം നൽകുന്നു. പക്ഷേ 24 മണിക്കൂർ തികയും മുൻപ് തന്നെ ഉടമകൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അവിടെ ഹൈക്കോടതി താൽക്കാലികമായി ആ അടച്ചുപൂട്ടലിന് സ്റ്റേ ചെയ്യുന്നു. പക്ഷേ അപ്പോഴും തുറക്കേണ്ടതില്ല. ഒരു പഠന റിപ്പോർട്ട്, അതായത് കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിശദമായ ഒരു പഠന റിപ്പോർട്ട് നൽകിയതിന് ശേഷം മാത്രം തുറന്നാൽ മതി എന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിക്കുന്നു. ആ പഠന റിപ്പോർട്ടാണ് നാളെ ഹൈക്കോടതിയിൽ ജില്ലാ കളക്ടർ സമർപ്പിക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുൻപാണ് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഉടമകൾ തന്നെ ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുന്നത് അനുയോജ്യമായ മറ്റൊരു സ്ഥലം കാണിച്ചു തന്നാൽ തങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റാം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ അവിടെയും ചില നിയമപ്രശ്നങ്ങളുണ്ട്. കാരണം ഇതൊരു സ്വകാര്യ കമ്പനിയാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് പ്രത്യേകിച്ച് വളരെയേറെ ഭൂമി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വാസയോഗ്യമല്ലാത്തൊരു സ്ഥലം വേണം ഇതിന് തിരഞ്ഞെടുക്കാൻ. അങ്ങനെ ഒരു സ്ഥലം സർക്കാർ ഭൂമി ഇവർക്ക് നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം സ്വകാര്യ കമ്പനിക്ക് ഏതെങ്കിലും രീതിയിൽ മറ്റൊരു സ്ഥലം നൽകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക? കാരണം ഈ റിപ്പോർട്ട് നൽകുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ നിർദ്ദേശം എന്ന രീതിയിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തിയാൽ അവിടേക്ക് മാറ്റാൻ തയ്യാറാണ് എന്നൊരു നിർദ്ദേശം കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി എന്തായാലും ജില്ലാ കളക്ടർ നാളെ കോടതിയെ അറിയിക്കും. ഒരുപക്ഷെ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. എന്തായാലും നിലവിലെ കട അല്ലെങ്കിൽ ആ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അത് വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഇടപെടലുകളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ ഉടമയുടെ ഒരു തീരുമാനം കൂടി വരുന്നത്. എന്തായാലും നിലവിൽ കാര്യങ്ങൾ കൂടുതൽ സമരസമിതിക്ക് അനുകൂലമാകുന്നു എന്ന് തന്നെ വേണം കണക്കുകൂട്ടാൻ. സരീഷാണ് വിവരങ്ങൾ നൽകിയത്.